എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു പുതിയ മാസത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് 2026 ജൂലൈ മാസം. ഈ മാസം മിഥുനൻ രാശിയിൽ ജനിച്ച വ്യക്തികളെ കാത്തിരിക്കുന്നത് എന്തൊക്കെയാണ്? നിങ്ങളുടെ തൊഴിൽ, ബിസിനസ്, സാമ്പത്തികം, കുടുംബജീവിതം, പ്രണയം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയിൽ ഓരോ മാസം ഉണ്ടാകുന്ന ഗ്രഹമാറ്റങ്ങൾ എങ്ങനെയുള്ള സ്വാധീനമാണ് ചെലുത്താൻ പോകുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ഈ മാസത്തെ ദോഷങ്ങളൊക്കെ അകറ്റി ഭാഗ്യമൊക്കെ കൊണ്ടുവരാൻ ചെയ്യേണ്ട ലളിതമായ പരിഹാരങ്ങൾ എന്തൊക്കെയാണ്? ഈ കാര്യങ്ങളെല്ലാം വളരെ കൃത്യതയോടെയും വിശദമായും നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഓൺ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. നമുക്ക് ആദ്യം ജൂലൈ മാസത്തെ ഗ്രഹനില എപ്രകാരമാണ് എന്ന് ഒന്ന് പരിശോധിക്കാം. കാരണം ഗ്രഹങ്ങളുടെ ഈ സഞ്ചാരപാതയെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ഫലങ്ങളൊക്കെ പ്രവചിക്കുന്നത്. സൂര്യൻ ജൂലൈ 16 വരെ നിങ്ങളുടെ സ്വന്തം രാശിയായ മിഥുനത്തിലും അതിനുശേഷം കർക്കിടകൻ രാശിയിലേക്കും രാശി മാറുന്നു. ചൊവ്വ മാസം മുഴുവൻ ഇടവൻ രാശിയിൽ തുടരുന്നു. നിങ്ങളുടെ രാശിയാധിപനായ ബുധൻ ജൂലൈ 7-ാം തീയതി കർക്കിടകൻ രാശിയിൽ നിന്നും വക്രഗതിയിൽ വീണ്ടും മിഥുനൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു. വ്യാഴം ഉച്ചസ്ഥനായി നിങ്ങളുടെ 2-ാം ഭാവമായ കർക്കിടകൻ രാശിയിൽ തുടരുന്നു. ശുക്രൻ ചിങ്ങൻ രാശിയിലാണ്. ശനി മീനൻ രാശിയിൽ, രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലുമാണ്. ഈ ഒരു സവിശേഷ ഗ്രഹനില മിഥുനൻ രാശിക്കാരുടെ ജീവിതത്തെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് നമുക്ക് ഓരോ മേഖലയായി തിരിച്ച് പരിശോധിക്കാം. ആദ്യമായി മിഥുനൻ രാശിക്കാരുടെ തൊഴിൽ എങ്ങനെ പോകും എന്ന് നോക്കാം. 10-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നതും 2-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നതും നിങ്ങളുടെ കരിയറിലെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന സമയമാണ്. ഔദ്യോഗിക രംഗത്ത് ഉത്തരവാദിത്തങ്ങളൊക്കെ വർദ്ധിക്കുന്നതാണ്. ജോലിയിൽ കഠിനാധ്വാനമൊക്കെ ചെയ്യേണ്ടി വരുമെങ്കിലും അതിനുള്ള അംഗീകാരവും ഫലവും നിങ്ങളെ തേടിയെത്തുന്നതാണ്. ജൂലൈ 16 വരെ സൂര്യൻ 1-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ സഹപ്രവർത്തകരുമായോ മേലുദ്യോഗസ്ഥരുമായോ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അതിനാൽ സംസാരത്തിലൊക്കെ അങ്ങേയറ്റം സംയമനമൊക്കെ പാലിക്കുക. ജൂലൈ 16-ന് ശേഷം സൂര്യൻ രാശി മാറി എന്നതോടെ തൊഴിൽ രംഗത്തെ സമ്മർദ്ദങ്ങൾക്ക് വലിയൊരു ശമനമുണ്ടാകും. ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനോ അല്ലെങ്കിൽ പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കാനോ ഉള്ള അവസരങ്ങൾ ഈ മാസം വന്നു ചേരുന്നതുമാണ്. ഇനി ബിസിനസ് ചെയ്യുന്നവർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം സമ്മിശ്ര ഫലമാണ് ഉണ്ടാകുന്നത്. പുതിയ നിക്ഷേപങ്ങളൊക്കെ ഇറക്കാൻ ആഗ്രഹിക്കുന്നവർ മാസത്തിൻ്റെ പകുതിക്ക് ശേഷം, അതായത് ജൂലൈ 16-ന് ശേഷമൊക്കെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഉചിതം. ജൂലൈ 7-ന് ബുധൻ വക്രഗതിയിലായി മിഥുനത്തിലേക്ക് വരുന്നത് കൊണ്ട് പങ്കാളിത്ത ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ ഡോക്യുമെൻറ്റുകളിലും കരാറുകളിലും ഒക്കെ ഒപ്പുവയ്ക്കുമ്പോൾ 2 തവണയൊക്കെ വായിച്ചു നോക്കി മാത്രം തീരുമാനമെടുക്കുക. അനാവശ്യമായ തിടുക്കമൊക്കെ ബിസിനസ്സിൽ ചിലപ്പോൾ നഷ്ടങ്ങളൊക്കെ വരുത്തിയേക്കാം. ഇനി മിഥുനൻ രാശിക്കാരുടെ സാമ്പത്തികം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ധനഭാവമായ 2-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ്. അപ്രതീക്ഷിത സ്രോതസ്സുകളിൽ നിന്ന് പണമൊക്കെ വന്നു ചേരാൻ ഈ മാസം സാധ്യതയുണ്ട്. മുൻപ് ആർക്കെങ്കിലും കടമൊക്കെ കൊടുത്ത പണം തിരികെ ലഭിക്കാനും ഈ മാസം അനുകൂലമായ സമയമാണ്. എന്നാൽ ചൊവ്വ 12-ാം ഭാവമായ ഇടവത്തിൽ തുടരുന്നതിനാൽ വരവിനോടൊപ്പം തന്നെ ചിലവുകളും വർദ്ധിക്കും. പ്രത്യേകിച്ച് ആഡംബര കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ വിദേശയാത്രകൾക്കോ ഒക്കെ വേണ്ടി പണം ചിലവഴിക്കേണ്ടി വന്നേക്കാം. ജൂലൈ 7-ന് ശേഷം ബുധൻ്റെ വക്രഗതി നിമിത്തം സാമ്പത്തിക കാര്യങ്ങളിൽ കൃത്യമായ ഒരു പ്ലാനിംഗ് ഒക്കെ ആവശ്യമാണ്. ആലോചിക്കാതെയുള്ള ചിട്ടികളും സ്കീമുകളും ഒക്കെ വലിയ ബാധ്യതയൊക്കെ വരുത്തി വെക്കാം. ഒരു ബഡ്ജറ്റൊക്കെ അനുസരിച്ച് മുന്നോട്ട് പോയാൽ ഈ മാസം സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കുന്നതാണ്. ഇനി മിഥുനൻ രാശിക്കാരുടെ കുടുംബജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കാം. കുടുംബജീവിതത്തിലേക്ക് കടക്കുകയാണെങ്കിൽ 2-ാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ സാന്നിധ്യം കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ നിലനിർത്താൻ സഹായിക്കുന്നതാണ്. കുടുംബത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മംഗളകർമ്മങ്ങളോ ഒത്തുചേരലുകളോ ഒക്കെ നടക്കാൻ ഈ മാസം സാധ്യതയും ഉണ്ട്. അതുപോലെ മുതിർന്ന അംഗങ്ങളുടെ പിന്തുണ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ലഭിക്കുന്നതുമാണ്. എന്നാൽ 4-ാം ഭാവത്തിൻ്റെ അധിപനായ ബുധൻ വക്രഗതിയിലാകുന്നതും സൂര്യൻ 1-ാം ഭാവത്തിലൊക്കെ നിൽക്കുന്നതും കാരണം മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ വീട്ടിൽ ചെറിയ രീതിയിലുള്ള തർക്കങ്ങളോ തെറ്റിദ്ധാരണകളോ ഒക്കെ ഉണ്ടായേക്കാം.
നിസ്സാര കാര്യങ്ങളെയൊക്കെ ചൊല്ലി വാശി പിടിക്കുന്നത് ഒഴിവാക്കുക. വിട്ടുവീഴ്ച മനോഭാവം കാണിച്ചാൽ കുടുംബത്തിലെ അന്തരീക്ഷം വളരെ മനോഹരമായിട്ടൊക്കെ കൊണ്ടുപോകാൻ മിഥുനം രാശിക്കാർക്ക് സാധിക്കുന്നതാണ്. സഹോദരങ്ങളുമായുള്ള ബന്ധത്തിലൊക്കെ കൂടുതൽ ഊഷ്മളതയൊക്കെ പുലർത്താൻ ശ്രദ്ധിക്കേണ്ടതുമാണ്. ഇനി മിഥുനം രാശിക്കാരായ പ്രണയിതാക്കൾക്ക് ഈ മാസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. 5-ാം ഭാവത്തിൻ്റെ അധിപനായ ശുക്രൻ 3-ാം ഭാവത്തിൽ നിൽക്കുന്നത് പ്രണയബന്ധങ്ങൾക്ക് അനുകൂലമായ അന്തരീക്ഷം ഒരുക്കും. പങ്കാളിയുമായിട്ട് നല്ല നിമിഷങ്ങളൊക്കെ പങ്കിടാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അകന്നുപോയ ബന്ധങ്ങളൊക്കെ കൂട്ടിച്ചേർക്കപ്പെടാനും ഈ മാസം സാധ്യത കാണുന്നുണ്ട്. വിവാഹപ്രായമൊക്കെ എത്തി നിൽക്കുന്നവർക്ക് അനുയോജ്യമായ ആലോചനകളൊക്കെ വരാൻ സാധ്യതയുള്ള സമയം കൂടിയാണ്. എന്നാൽ ജൂലൈ 7-ന് ശേഷം നിങ്ങളുടെ ആശയവിനിമയത്തിൽ അതീവ ശ്രദ്ധ പുലർത്തണം. മെസ്സേജുകളിലൂടെയോ സംസാരത്തിലൂടെയോ ഒക്കെ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ പങ്കാളിയോടൊക്കെ സംസാരിക്കുമ്പോൾ കൂടുതൽ വ്യക്തതയൊക്കെ പുലർത്തേണ്ടതാണ്. പരസ്പര വിശ്വാസമൊക്കെ നിലനിർത്തിയാൽ പ്രണയജീവിതമൊക്കെ ഏറെ സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇനി വിദ്യാർത്ഥികളുടെ കാര്യം നോക്കാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ ജൂലൈ മാസം കഠിനാധ്വാനത്തിൻ്റെ സമയമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ബുധൻ്റെ വക്രഗതി കാരണം പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ചിലർക്കൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. മനസ്സ് എളുപ്പത്തിൽ ചലിക്കാനും ഏകാഗ്രത നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അതിനാൽ സോഷ്യൽ മീഡിയയുടെയും മറ്റ് വിനോദങ്ങളുടെയൊക്കെ ഉപയോഗം പരമാവധി കുറയ്ക്കേണ്ടതാണ്. എന്നാൽ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും ഉപരിപഠനത്തിനൊക്കെ ആഗ്രഹിക്കുന്നവർക്കും വ്യാഴത്തിൻ്റെ അനുകൂല ദൃഷ്ടി വലിയ തുണയാകുന്നതാണ്. അധ്യാപകരിൽ നിന്നും മുതിർന്നവരിൽ നിന്നുമൊക്കെ നല്ല മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. അതുപോലെ റിവിഷനുകളൊക്കെ കൃത്യമായി ചെയ്യാനും സമയക്രമമൊക്കെ പാലിച്ച് പഠിക്കാനും ഒക്കെ ശ്രദ്ധിച്ചാൽ വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയം തന്നെ ഈ മാസം സ്വന്തമാക്കാനും സാധിക്കുന്നതാണ്. ഇനി മിഥുനക്കൂറുകാരുടെ ആരോഗ്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആരോഗ്യകാര്യത്തിൽ ഈ മാസം അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുജൻ 12-ാം ഭാവത്തിലൊക്കെ നിൽക്കുന്നതിനാൽ ഉറക്കക്കുറവ്, അനാവശ്യമായ മാനസികമായ ഉത്കണ്ഠ എന്നിവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൂടാതെ ചൂട് സംബന്ധമായ അസുഖങ്ങൾ, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കണ്ണ് സംബന്ധമായ അസ്വസ്ഥതകൾ എന്നിവയൊക്കെ ചെറിയ രീതിയിലൊക്കെ ബുദ്ധിമുട്ടിച്ചേക്കാം. കൃത്യമായ സമയത്തൊക്കെ ആഹാരം കഴിക്കാനും ധാരാളം വെള്ളമൊക്കെ കുടിക്കാനും ശ്രദ്ധിക്കുക. യാത്രകളിൽ അമിത വേഗത പ്രത്യേകിച്ച് വാഹനമൊക്കെ ഉപയോഗിക്കുന്നവർ അമിത വേഗത ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ചിട്ടയായ വ്യായാമത്തിലൂടെയും യോഗയിലൂടെയും ഒക്കെ ഈ മാസത്തെ ശാരീരിക ബുദ്ധിമുട്ടുകളെ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇനി ഈ മാസത്തെ ദോഷഫലങ്ങളെ ലഘൂകരിക്കാനും ഗ്രഹങ്ങളുടെ ആനുകൂല്യം വർദ്ധിപ്പിക്കാനുമായി മിഥുനം രാശിക്കാർ ചെയ്യേണ്ട ലളിതമായ പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളുടെ രാശിയാധിപൻ ബുധനായതിനാൽ ബുധനാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല സമർപ്പിക്കുന്നതും ഭാഗ്യം കൊണ്ടുവരുന്നതാണ്. ശനി 10-ാം ഭാവത്തിലൊക്കെ നിൽക്കുന്നതിനാൽ ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് കഴിക്കുന്നത് തൊഴിലിലെ തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറാനും സഹായിക്കുന്നതാണ്. അതുപോലെ പച്ചക്കറികളോ അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള എന്തെങ്കിലും വസ്തുക്കളോ ഒക്കെ ദാനം ചെയ്യുന്നത് ബുധൻ്റെ വക്രഗതി മൂലമുള്ള ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. ചില കാര്യങ്ങളിലൊക്കെ ജാഗ്രത പുലർത്തിയാൽ മിഥുനം രാശിക്കാർക്ക് വലിയ മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു മാസം തന്നെയാണ് ജൂലൈ മാസം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് കരുതുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ജ്യോതിഷ വാർത്തകൾക്കും രാശിഫലങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ എല്ലാവർക്കും നല്ലൊരു മാസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.